തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. 2:12. പന്ത്രണ്ട് വായിക്കാം. 12-ാം വാക്യം കൂടി. ആമേൻ. പന്ത്രണ്ടാം വാക്യം ഇംഗ്ലീഷിൽ കൂടി ഒന്ന് വായിക്കാം. Teaching us that denying ungodliness and worldly lust, we should live soberly, righteously, and godly in this present world, looking for that blessed hope and the glorious appearing of the great God and our Savior Jesus Christ. Ungodliness. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ കാലം ഞങ്ങൾ നിന്റെ സ്വന്തം ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. അത് നിന്റെ വചനം ഞങ്ങൾക്ക് ദൈവമേ ആശ്വാസവും സൗഖ്യവും സന്തോഷവും ആനന്ദവും പ്രത്യാശയുമാകുവാൻ ഇപ്പോഴിടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറവുകളെ ക്ഷമിക്കണമേ. നീടിയുന്ന ദാസിയെയും തിരുവചനം വായിക്കുന്ന നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. അൺഗോഡ്ലിനെസ് എന്ന് പറയുന്നത് സ്തോത്രം വേൾഡ്ലി ലസ്റ്റിനോട് ചേർന്ന് കിടക്കുകയാണ്. അൺഗോഡ്ലിനെസ് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ ഒന്ന് വായിച്ചേ. ഗലാത്യർ 5-ാം അധ്യായം 19-21. ഗലാത്യർ 5:19 മുതൽ 21 വരെ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, സ്വന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻപ് കൂട്ടി പറയുന്നു. ഇതാണ് അൺഗോഡ്ലിനെസ് എന്ന് പറയുന്നത്. അൺഗോഡ്ലിനെസ് എന്ന് പറയുന്നത് ഈ വിധ കാര്യങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, നാം 12-ാം വാക്യത്തിൽ അതെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും 12-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ ടീച്ചിങ് us that denying ungodliness, അതെ ഹല്ലേലൂയ. അതായത് പ്രപഞ്ചമോഹങ്ങൾ, ഭക്തികേടും 13-ാം വാക്യത്തിൽ മലയാളത്തിൽ കിടക്കുന്ന 13-ാം വാക്യത്തിൽ ഭക്തികളും ആണ് സ്തോത്രം. അതെ, ഇനിയും നമ്മൾ 13-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. ലുക്കിംഗ്, ഇംഗ്ലീഷ് വായിച്ച്. ലുക്കിംഗ് ഫോർ ദാറ്റ് blessed hope and glorious appearing of the great God and our Savior Jesus Christ. മലയാളം ബൈബിളിൽ ലുക്കിംഗ് ഫോർ ദാറ്റ് ബ്ലെസ്സഡ് ഹോപ്പ് എന്ന് പറയുന്നത് മലയാളം ബൈബിൾ 12-ാം വാക്യത്തിലാണ്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. അതെ, ബ്ലെസ്സഡ് ഹോപ്പ് എന്ന് പറയുന്നത് 12-ാം വാക്യത്തിലാണ് മലയാളത്തിൽ കിടക്കുന്നത്. ഇംഗ്ലീഷിൽ 13-ാം വാക്യത്തിൽ കിടക്കുന്നത്. ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ് ആൻഡ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കണ്ടോ? അപ്പം ഗ്രേറ്റ് ഗോഡ് എന്ന് കരുതിയിരിക്കുന്ന വാക്കുകൾ കണ്ടല്ലോ. സ്തോത്രം. 11-ാം വാക്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പം ഗ്രേസിനെ കുറിച്ചുള്ള നമ്മൾ കാണുന്നത്. 11-ാം വാക്യത്തിൽ 11-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് വായിക്കുന്നു ഫോർ ദ ഗ്രേസ്. ഗ്രേസ്. ഹല്ലേലൂയ. സ്തോത്രം. യെസ്. അപ്പോൾ അവൻ്റെ കരുണയാണ്, അതായത് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ദൈവകൃപ. സോ ഈ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പം ദ ഗ്രേസ് ഹാസ് അപ്പിയർഡ് ഇൻ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ കൃപ ക്രിസ്തുവിൽ കൂടി പ്രത്യക്ഷമാകുന്നു. അത് അപ്പം ഈ ബൈബിൾ വേഴ്സ് നമ്മൾ 13-ാം വാക്യത്തിൽ വായിക്കുന്നത് that tells us that glory will appear
ഇൻ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അത് that glory will appear in the person of Jesus Christ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തോ, that അത് കമ്മിങ് റാപ്ചർ ഓഫ് ദ ചർച്ച്, വരാൻ പോകുന്നതായ കർത്താവിൻ്റെ വരവിനെയാണത് വിളിച്ചറിയിക്കുന്നത്. ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ദ ഗ്രേറ്റ് ഗോഡ് ആൻഡ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലാക്കണം, സ്വന്തം. അപ്പം ഗ്രേസ് എന്ന് പറയുന്നത്, ഗ്രേസ് ഡിസിപ്ലിൻസ് ദ ബിലീവർ ആസ് ടു ഹിസ് കോണ്ടക്ട്സ് while waiting for the glory which in its turn is to crown him. അപ്പം ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ആ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് നിൽക്കുന്ന, വെയിറ്റ് ചെയ്യുന്ന വിശ്വാസിക്ക് ആ ഗ്ലോറിയസ് അപ്പിയറൻസിൽ ഭാഗവാക്കാൻ കഴിയും. സ്തോത്രം, മറക്കരുത്. ഹല്ലേലൂയ. ആൻഡ് യെസ്, ഗ്രീക്കിൽ അതിൻ്റെ പഠന വിഷയമാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പം 13-ാം വാക്യം ഗ്രീക്കിൽ വായിക്കുമ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇത് കാണുന്നത് ലുക്കിംഗ് വിത്ത് കോൺസ്റ്റൻ്റ് എക്സ്പെക്റ്റേഷൻ ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ് ആണ്. കോൺസ്റ്റൻ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തോ യാതൊരു ബ്രേക്കും ഇല്ലാതെ വണ്ണം, യാതൊരു ഇൻ്റർവെല്ലും ഇല്ലാതെ വണ്ണം കോൺസ്റ്റൻ്റായിട്ട് 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ 24 മണിക്കൂറും ആ എക്സ്പെക്റ്റേഷനിൽ നിൽക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഗ്രീക്കിൽ ഉള്ള ലാംഗ്വേജിൽ അതിൻ്റെ അർത്ഥം കിടക്കുന്ന അതാണ്. ലുക്കിംഗ് വിത്ത് കോൺസ്റ്റൻ്റ് എക്സ്പെക്റ്റേഷൻ ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. അപ്പം that is to say the appearing of the glory of our great God and Savior Jesus Christ. Amen. അപ്പോൾ അവൻ്റെ വരവിന് വേണ്ടിയുള്ളതായ ആ കാത്തിരിപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇടയ്ക്ക് നമുക്ക് മാറിപ്പോകാൻ പാടില്ല. ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകാൻ പാടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഗോഡ് ആൻഡ് സേവിയർ. സ്തോത്രം, ഗ്രേറ്റ് ഗോഡ്. സ്തോത്രം. 14-ാം വാക്യത്തിൽ ഇപ്പം ഇതൊന്ന് വായിച്ചേ. 14-ാം വാക്യം തീത്തോസ് വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കുന്നതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. പ്യൂരിഫൈ അൺടു ഹിംസെൽഫ്. ഹല്ലേലൂയ. മലയാളം ഇംഗ്ലീഷ് വായിക്കും. Who gave himself for us, that he might redeem us from all iniquity and purify unto himself a peculiar people, zealous of good works. Peculiar people. Hallelujah. Peculiar people. മറക്കല്ലേ, സ്തോത്രം. ഇവിടെ നമ്മൾ 13-ാം വാക്യത്തിൽ കണ്ടത് ബ്ലെസ്സഡ് ഹോപ്പ്. ഇതൊന്ന് വായിക്കും. മലയാളത്തിൽ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയും. അതെ, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെ എന്ന് വെച്ച് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുൻപ് ആകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിർപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഇതാണ് കോൺസ്റ്റന്റ് വെയിറ്റിംഗ്, എക്സ്പെക്ടേഷൻ.
ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ വാക്യം. ഈ 1 ദിവസങ്ങളിൽ നമ്മളെപ്പോഴും വായിക്കുന്ന വാക്യം, നമുക്ക് കാണാനൊക്കെ അറിയാവുന്ന വാക്യം തന്നെയാണത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എ സെയിന്റ് ഓഫ് ഗോഡ്, ഒരു വിശുദ്ധ മതി ആരായിരുന്നു. സെയിന്റ് ഓഫ് ഗോഡ് ഈസ് ടു ഹാവ് എ കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ആസ് റിഗാർഡ്സ് ദ റാപ്ചർ. സ്തോത്രം. അപ്പം അതാണ് നമ്മളെപ്പോഴും ആമേൻ കർത്താവായ യേശുവേ നീ വേഗം വരണമേ എന്ന് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. സ്തോത്രം, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിലായിരിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യബോധം ആയിരിക്കണം. നമ്മൾ ആയിരുന്നപ്പം അമേരിക്കയിൽ വരാൻ വേണ്ടി എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തെല്ലാം ഭാവനയിൽ നാം അത് നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഉണ്ട് അമേരിക്ക വരാൻ വേണ്ടി ആണ്. അപ്പോൾ അതിനേക്കാൾ ഉപരിയാവണ്ണം നാം ഇപ്പോൾ ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ്റെ വരവിന് വേണ്ടി എടുക്കപ്പെടുന്ന ആ താല്പര്യം നമുക്കിന്നുണ്ടോ? അമേരിക്കയിൽ വരാനുള്ള താല്പര്യം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അതിനേക്കാൾ ഉപരിയാവണ്ണം എന്തെല്ലാം നമ്മൾ അമേരിക്ക വരാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ജനന സർട്ടിഫിക്കറ്റ്, മുനിസിപ്പാലിറ്റിയിലെ സർട്ടിഫിക്കറ്റ് വേറൊന്നായിരിക്കും, സ്കൂളിലെ സർട്ടിഫിക്കറ്റ് വേറൊന്നായിരിക്കും, മാമോദിസ സർട്ടിഫിക്കറ്റ് വേറൊന്നായിരിക്കും. എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടെന്നറിയാം ഇതിലൊക്കെ കിടക്കുന്നത്. ഉണ്ട്. ഇതൊക്കെ പരിഹരിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് കടന്നു വന്നേക്കുന്നത്. ഇതെല്ലാം പരിഹരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ തത്രപ്പെട്ടുവെങ്കിൽ ഇതിനു വേണ്ടി നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ പ്രാണനും ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയിൽ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ അത് രൂപപ്പെടുത്തിയെടുക്കണം. അതായിരിക്കണം നമ്മുടെ രീതിയിൽ നമ്മുടെ ലക്ഷ്യബോധമായിരിക്കേണ്ടതെന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ചില ദേവദാസന്മാരുടെ അമേരിക്കയിലെ, നമ്മുടെ മലയാളികളുടെ അല്ല, അമേരിക്കയിലെ ദേവദാസന്മാരുടെ ചിലരുടെ സാക്ഷ്യവും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് സഭകളിൽ റാപ്ചറിനെ കുറിച്ച് വലുതായിട്ട് പരാമർശിക്കാറില്ല. വലിയ വലിയ പേരെടുത്ത ദേവദാസന്മാരെ പറഞ്ഞ കാര്യം എന്നെ പറയുന്നത്. ഓക്കെ, സ്തോത്രം. റാപ്ചർ എന്ന് പറയുന്നത് റിസറക്ഷൻ, നമ്മൾ ഉയർപ്പ്. നല്ലൊരു പാർട്ട് സഭകളും റാപ്ചറിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലെന്നുള്ളതാണ്. അമേരിക്ക ചർച്ചിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സ്തോത്രം. മലയാളി ചർച്ചിൻ്റെ കാര്യമല്ലേ സംസാരിക്കുന്നത്. അപ്പം അത് ഇപ്പം ജോയൽ ഓസ്റ്റിൻ ഇപ്പം ടെക്സാസിലുണ്ട്. ടെലിവിഷൻ നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ സൺഡേ ഭയങ്കര ആൾക്കൂട്ടം അവിടെ ഇരിക്കുന്നത്. ജോയൽ ഓസ്റ്റിൻ്റെ സഭ. അദ്ദേഹം എന്താ പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഫാദർ അങ്ങനെ അല്ലായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ ഫാദർ, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അവരിന്ന് കേൾക്കുന്നത് എന്ത് പ്രസംഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത് കേട്ടിട്ട് ചിന്തിച്ചാൽ മതി. ഞാൻ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അവിടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സ്തോത്രം. റാപ്ചറിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേർപാടിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. കാലിഫോർണിയയിലൊരു ദൈവദാസൻ, പുസ്തകത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു വലിയൊരു കോമൺ ബുക്കായിരുന്നു. ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ ബൈബിളിനേക്കാൾ കൂടുതൽ പുസ്തകം വിറ്റഴിഞ്ഞെന്നുള്ളതാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കാലിഫോർണിയയിൽ ഒരു 10-20 വർഷത്തിന് മുമ്പാണ് തോന്നുന്നു. ആ ബുക്ക് വളരെ കോമൺ ആയിരുന്നു. സ്തോത്രം. അതിനെക്കുറിച്ചും അമേരിക്കയിലെ ദേവദാസന്മാർ തന്നെ ക്രിട്ടിക്കലായിട്ട് എടുത്തിട്ടുണ്ട്. പുസ്തകം വിറ്റഴിഞ്ഞു, നല്ല രീതിയിലൊക്കെ പോയി. പക്ഷേ കാതലായ കാര്യങ്ങൾ അതിലില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാ ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
റാപ്ചറിനെ അതായത് the another part of the church, അതായത് ഡോക്ടറിനലായിട്ടുള്ളതായ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് റാപ്ചറിനെ കുറിച്ച് ഉള്ള ഭാഗങ്ങൾ അവരത് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കൊണ്ടും ദേ ആർ ലുക്കിംഗ് വെരി ലിറ്റിൽ. ഈ ഈവൻ്റ് നടക്കാൻ പോവുകയാണ്, അതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ ലിറ്റിലായിട്ട് പരാമർശിക്കുന്നുള്ളൂ, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അതിന്. ഇല്ല, സ്തോത്രം. എന്നാൽ ദൈവമക്കളായി നമുക്കറിയാമല്ലോ, സ്തോത്രം, നമ്മൾ ബൈബിളിൽ വായിച്ചു ലുക്കിംഗ് ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ്, ലുക്കിംഗ് ഫോർ ദ സ്തോത്രം ബ്ലെസ്സഡ് ഹോപ്പ്. നമ്മൾ തീത്തോസ് 2:13 വായിച്ചാൽ അങ്ങനെ ഉണ്ടോ, ലുക്കിംഗ് ഫോർ ദി ബ്ലെസ്സഡ്, ലുക്കിംഗ് ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ്. നാം ഈ ബോസ്റ്റൺ സഭയിലായിരിക്കുന്ന ദൈവമക്കളായി നമുക്ക് ആ കാഴ്ചപ്പാടുണ്ടോ? ലുക്കിംഗ് ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ്. ആ കാഴ്ചപ്പാടിലാണോ നാം പോയിക്കൊണ്ടിരിക്കുന്നത്? അത് അവരവർക്കത് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. So in other ways, no godliness, no expectation of the rapture. എന്താണ് ഗോൾഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മലയാളത്തിൽ വായിച്ചത്? സ്തോത്രം, ഭക്തികേടും പ്രപഞ്ചമോഹവും ഉണ്ടെങ്കിൽ no godliness, no expectation of the rapture. പ്രപഞ്ചമോഹവും ഭക്തികേടും ഉണ്ടെങ്കിൽ റാപ്ചറിൽ പോകാനൊക്കത്തില്ല. വെരി സിമ്പിൾ. ഹല്ലേലൂയ. ഈ ഞാൻ ഇനി പറയാൻ വരുന്നത്, ഈ അമേരിക്കയിലെ ദൈവദാസന്മാരുടെ ഞാൻ പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്, പല സഭകളും ബാപ്റ്റിസം വിത്ത് ദ ഹോളി സ്പിരിറ്റ് പറയുന്നുണ്ട്. പക്ഷേ ദി എവിഡൻസ് ഓഫ് സ്പീക്കിംഗ് വിത്ത് അതർ ടങ്സ് അതില്ലെന്നുള്ളതാണ്. ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഞാനിപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറയാറ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരം പറയുന്നത്, ഇന്നാൾ ഞാൻ പറഞ്ഞൊരു സെയിം ലൊക്കേഷൻ, സെയിം റൂമിലിരുന്നാണ് ഞങ്ങൾ സഭയുടെ ആരാധനയിലൊക്കെ ഇവിടെ ഞാൻ ഒരു മാർച്ച് മാസമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മകൾ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുക, വൈഫ് ജോലിയിലായിരുന്നു. അപ്പം മീറ്റിങ്ങിൽ ഞാൻ ശക്തി പ്രാപിച്ചു. ഓക്കെ, ഞാനത് പറയാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ബോഡി ഷെയ്ക്കാകും, എങ്ങനെ മേപ്പോട്ട് പൊങ്ങുന്നു, താഴുന്നു. മകള് എൻ്റെ മടിയിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ശക്തി പ്രാപിച്ചു. ഒരു പുതിയൊരു അനുഭവം, പവർ ഉണ്ടല്ലോ വന്നു. പക്ഷേ ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. പുതിയൊരു അനുഭവമാണ് ഇത്, ശക്തി പ്രാപിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനീ പറയുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ പല സഭകളിലും ബാപ്റ്റിസം ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ദി എവിഡൻസ് ഓഫ് സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ് അതുണ്ടോ? അതായത് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചില മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു അർദ്ധരാത്രിയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത്. മനസ്സിലായ? രണ്ട് പ്രോസസ്സായിരുന്നു എൻ്റെ അനുഭവം ഞാനീ പറയുന്നത്. നിങ്ങളുടെ എനിക്കറിയത്തില്ല, അതുകൊണ്ട്. അപ്പം ഞാൻ ശക്തി പ്രാപിക്കുന്നു, മുമ്പോട്ട് മേപ്പോട്ട് ഉയരുന്നു, താഴോട്ട് വീഴുന്നു. അത് എൻ്റെ എൻ്റെ മടി കിടപ്പുണ്ട്. അപ്പം ആ കൊച്ചിൻ്റെ വെയിറ്റും ഉണ്ട്. അന്നേരം ഞാൻ പൊങ്ങുന്നു, താഴുന്നു. അത് ശക്തി പ്രാപിക്കുന്നു. ഓക്കെ, പക്ഷേ എവിഡൻസ് ഓഫ് സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ് എന്ന് പറയുമ്പം അത് വേറൊന്നാണ്. അതിലൂടെ ആയെങ്കിൽ മാത്രമേ ആ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നുള്ളൂ.
ചിലർക്ക് ഇപ്പം ഞാനീ പറഞ്ഞുകൊണ്ട് ചിലർക്ക് ചിലപ്പം അന്യഭാഷ തന്നെ ചിലപ്പം അഭിഷേകം കിട്ടിയവർ കാണുമായിരിക്കും. സ്തോത്രം. ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഈ ലൈനിലോട്ട് കയറുന്നതിന് മുമ്പേ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ വിശ്വാസ മേഖലയിലുള്ള കാര്യമാണ്. കേരളത്തിൽ നിന്ന് എനിക്ക് ഒരു വീഡിയോ പെട്ടെന്ന് ഞാൻ തുറന്നു നോക്കി എന്താണെന്നറിയാൻ വേണ്ടി. എന്താണെന്നറിയാം, ചിലപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും അങ്ങനെ ഒരു പെൺകുട്ടി അപ്പന് വേണ്ടി സ്ഥാനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് പറയുന്നുണ്ട്, പെൺകുട്ടി പറയുന്നുണ്ട്, കുളത്തിൽ നിൽക്കുക. അപ്പം ഞാൻ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പം മുമ്പേ കണ്ട കാര്യമായി പറയുന്നത്. ഓക്കെ, സ്ഥാനക്കുളത്ത് നിൽക്കുകയാണ്. അപ്പം പെൺകുട്ടി പറയുന്നത് എൻ്റെ അപ്പന് വേണ്ടി 13-20 വർഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൻ ആണ് മനസ്സിലായി, സ്ഥാനക്കുളത്ത് നിൽക്കുക. ഈ പെൺകുട്ടിയുണ്ട്. ഓക്കെ, എന്താ ചെയ്തതെന്നറിയാം? ഈ പെൺകുട്ടി അപ്പനെ സ്നാനപ്പെടുത്തുന്നു. ആര്? ഈ പെൺകുട്ടി. അപ്പോൾ വേറൊരാൾ ഒരു പുരുഷനും കൂടെ അടുത്തത് ഒരു യൗവനക്കാരനുണ്ട് ഈ അപ്പനെ വെള്ളത്തോട് താക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയെ സ്നാനപ്പെടുത്തുന്നു. അപ്പം ഞാനത് ഇമ്മീഡിയറ്റ്ലി തന്നെ കുറച്ച് മുമ്പേ മറുപടി ഇട്ടു, എനിക്ക് അയച്ചത്. ദാറ്റ് ഈസ് റോങ്. An ordained minister should do that. അപ്പോൾ ഇത് യൂട്യൂബിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. എനിക്ക് കിട്ടിയതാണ്, കുറച്ച് മുമ്പേ കിട്ടി. എനിക്ക് നാട്ടിൽ നിന്ന് ഒരാൾ അയച്ചു തന്നു. തിങ്ക് അബൌട്ട് ദാറ്റ്. അതായത് പെൺകുട്ടി പറയാണ് എൻ്റെ അപ്പൻ, നമുക്ക് കുറേ പേര് അവിടെ നിൽപ്പുണ്ട് ഈ സ്ഥാനം കാണാനായിട്ട്. അപ്പോൾ പെൺകുട്ടി പറയാം ഞാൻ എൻ്റെ അപ്പന് വേണ്ടി 10-20 വർഷം പ്രാർത്ഥിച്ചു. നല്ല കാര്യം, വെരി ഗുഡ്. ഞാൻ ചോദിക്കുന്നത് പെൺകുട്ടിയാണോ സ്ഥാനപ്പെടുത്തേണ്ടത്? മനസ്സിലാക്കണം. ഇതാണ് ഇന്ന് യാതൊരു ലെവലും യാതൊരു ലെവലും ഇല്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ അറിയാം, വേദങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ഈ അജ്ഞത ഉണ്ടാകുന്നത്. ഞാനത് ഇമ്മീഡിയറ്റ്ലി റൈറ്റ് അവേ ഞാൻ റിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് റോങ്. An ordained minister should do that. For example, ഓക്കെ, ആര് ചോദിച്ചാലും പറയാം. കാര്യം യോഹന്നാൻ സ്നാപകൻ സ്ഥാനപ്പെടുത്തി. യോഹന്നാൻ സ്നാപകൻ ഒരു അഭിഷക്തന അല്ലെന്ന് പറയാനൊക്കത്തില്ലല്ലോ. സ്ഥാനപ്പെടുത്തി. യോഹന്നാൻ സ്നാപകൻ സ്ഥാനപ്പെടുത്തിയവരെ ആര് പ്രധാനപ്പെടുത്തി? പൗലോസും കൂട്ടർ സ്ഥാനപ്പെടുത്തി. ആണോ? ആത്മാവിൽ അഭിഷേകം പ്രാപിച്ചൊരു സ്ഥാനപ്പെടുത്തി. മനസ്സിലാക്കാം. സി, ഓക്കെ, വെരി സിമ്പിൾ. അപ്പം ഇന്നത്തെ കാലത്ത് കാട് കയറിയാണ് ഓരോന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കണ്ട കാര്യം പറയുന്നത്, ഇപ്പം ഈ പറഞ്ഞ പോലെ അൺഗോഡ്ലിനെസ്, സ്തോത്രം, ഇതൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, ഞാനത് വൈദ്യുതി ഈ ആത്മീയ മേഖലയിൽ ഓരോന്ന് കടന്നു വരുന്ന കാര്യങ്ങൾ ആണ് ഞാൻ കണ്ടതും ഇപ്പം നിങ്ങളും ചിലപ്പോൾ കാണുമായിരിക്കും, ഇവഞ്ച്വലി ആ വീഡിയോ കാണുമായിരിക്കും. എനിവേ, ഓക്കെ, സ്തോത്രം. അപ്പം അത് വേറെ കാര്യങ്ങളുണ്ട്. സ്തോത്രം. പോട്ടെ, ഞാനത് പറയുന്നില്ല. പോട്ടെ, നിങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. ഓരോരുത്തർക്കും ദൈവം ഓരോ ലെവൽ വെച്ചിട്ടുണ്ട്. അതിനപ്പുറം കടന്നു പോകരുത്. അതെനിക്ക് പറയാനുണ്ട്. അല്ലേ? എല്ലാവർക്കും ഓരോ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറം പോകരുത്. അത് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് പരിണമിക്കും. പറഞ്ഞതിൻ്റെ അർത്ഥം സ്ത്രീകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൈകടത്താൻ പോകരുത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില വിഷയങ്ങൾ തന്നെ ആണ്. സ്തോത്രം. ഓക്കെ, നമ്മൾ 2 തിമോഥെയോസ് 3:5 വായിച്ചേ. 2 തിമോഥെയോസ് 3:5. 2 തിമോഥെയോസ് 3:5. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചവന് ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ശക്തി ത്യജിക്കുന്ന രീതിയിലോട്ട് പോകുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞവരെ
ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യഭാഷയിൽ കൂടിയാണത്. അത് എവിഡൻസ് ഓഫ് സ്പീക്കിംഗ് ഇൻ അതർ ടൈംസ്. അതാണ് സ്തോത്രം. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കാവുള്ളൂ. എന്നാ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞാൻ നമ്മുടെ മലയാളി കൂട്ടായ്മ തന്നെയും അഭിഷേകം അന്യഭാഷ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അവർ പറയാൻ അഭിഷേകം പ്രാപിച്ചതാണ്. നമ്മളവരെ ചോദിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. മനസ്സിലായി? നമ്മുടെ മലയാളി കൂട്ടായ്മ തന്നെയും ചിലർ പറയും ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. പക്ഷെ അവരാരും ഇന്ന് വരെ ഞാൻ അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല. നമ്മളാരും ചോദിക്കാനൊന്നും പോയിട്ടില്ല. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചോന്ന്. ഓക്കെ. വചനം പറയുമ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ കേൾപ്പിട്ടുണ്ടല്ലോ അഭിഷേകം പ്രാപിച്ചു എന്നൊക്കെ പറയും. എന്നറിയാം, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിഷേകം പ്രാപിച്ചില്ലെന്ന് പറയുന്നത് എങ്ങനെ? അതിനങ്ങ് തട്ടിവിടും. ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്, അതുകൊണ്ട് വല്ലതും കിട്ടുമോ ദൈവമക്കളെ? അവർ മരണം വരെയും അവർ പ്രാപിക്കത്തില്ല. കിട്ടിയില്ലെന്ന് പറയണം. കിട്ടാത്തതിനെ കിട്ടിയെന്ന് പറയരുത്. കിട്ടാത്തതിനെ കിട്ടിയെന്ന് പറഞ്ഞ് സ്ഥാപിക്കരുത്. പിന്നെ കിട്ടുമോ? ഇല്ല. ഇന്ന് എനിക്കറിയാവുന്ന ചില എവിഡൻസ് ആണ് ഞാൻ പറയുന്നത്. മലയാളികളുടെ കാര്യം ഞാൻ പറയുന്നത്. ഇന്ന് വരെ ഞാൻ ഇവരാരും ഒരു അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പറയുന്നത് എന്തുവാ? ഞാൻ അഭിഷേകം പ്രാപിച്ചത്. എവിടെ അഭിഷേകം പ്രാപിച്ചു? അവൻ എന്താണെന്നറിയോ? ഞാനും ഉണ്ടായി നിങ്ങളുടെ കൂട്ടത്തിൽ എന്നങ്ങ് പറഞ്ഞ് സ്ഥാപിക്കുക. വല്ലതും കിട്ടുമോ? ഒന്നുമില്ല. അതാണ് ഇല്ലാത്ത പാവം ഇല്ലാത്തതിനെ ഉണ്ടെന്ന് നമ്മളങ്ങ് നടിക്കും. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാണ്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കത്തില്ല ആ വ്യക്തിക്ക് വേണ്ടി. ഇല്ലേ? കിട്ടാത്തതിനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമോ? ഞാൻ അഭിഷേകം പ്രാപിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലേ? അങ്ങനെയല്ലേ പെട്ടെന്ന് അങ്ങനെയല്ലേ പ്രാർത്ഥിക്കും? കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഇതാ സംഭവിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ആത്മീയ മേഖലയിൽ ഞാൻ വെച്ചാൽ ഞാനും കുറവുള്ളവരല്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. മനുഷ്യരുടെ മുമ്പിൽ മോശക്കാരനാകണ്ട. അതാണ് ഈ ഉണ്ട്. പോട്ടെ, അതിലൂടെ ഇതൊക്കെ ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഇത് യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാവുന്നതാണ്. 3:5-8 വരെ എന്ന് വെച്ചാൽ യോഹന്നാൻ 3:5-8 വരെ. യോഹന്നാൻ 3:5-8 വരെ. ആമേൻ, നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാകാരം ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ച് ജഡമാകുന്നു, ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൽ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നതെന്നും എവിടേക്ക് പോകുമെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുമെന്ന് ഉത്തരം പറഞ്ഞു. യെസ്, അതായത് സ്തോത്രം. അത് ക്ലിയറാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ആൽബംബെ പറഞ്ഞ മാതിരി ലോകപ്രശസ്തനായിരുന്ന ജിമ്മി സ്വാഗട്ട്, അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു 1.5-2 മാസം മുമ്പ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം 90 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. 90 കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചത്. നിങ്ങളെ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം ലോകം മുഴുവനും ക്രൂസൈഡ് നടത്തിയ ആളാണല്ലോ. റഷ്യയിൽ എല്ലായിടത്തും പോയി, എവരിവെയർ. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഇന്ന് സഭകളിൽ ഇപ്പം പറഞ്ഞ മാതിരി ബാപ്റ്റിസം, ഹോളി സ്പിരിറ്റ് അവർ ഇടയ്ക്കൊക്കെ പറയും. പക്ഷേ അദ്ദേഹവും പറഞ്ഞ ഇത് തന്നെയാണ്, അന്യഭാഷ സംസാരിക്കുന്നത് കേൾക്കാറില്ല. ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ മലയാളികളുടെ കൂട്ടത്തിലെ കാര്യം പറഞ്ഞല്ലോ. അത് ജിമ്മി സ്വാഗട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സഭകളിൽ അദ്ദേഹം പലയിടത്തും പോയിട്ടുണ്ട്. അദ്ദേഹം ഇല്ല, പെന്തക്കോസ്റ്റൽ ആൻഡ് കാരിസ്മാറ്റിക്കിൽ അന്യഭാഷ സംസാരിക്കുന്നത് കേൾക്കാനില്ല. എന്നാൽ അവിടെ ചില പ്രകടനങ്ങളൊക്കെ ഉണ്ട്. പ്രകടനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഇത് മലയാളക്കരയിലും ഉണ്ട്. ഒരു ചാട്ടം, ഒരു കയ്യടി, ഒരു വലിയ ഹല്ലേലൂയയൊക്കെ പറഞ്ഞ് ഒരു പ്രകടനമുണ്ട്. ഞാനിത് കൂടെ തുറന്ന് നമ്മൾ പറയുന്നത്, നമ്മളാരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറയുന്നതല്ല. പക്ഷെ ഇത് പഠന വിഷയമാക്കുമോ? പഠന വിഷയം. അതുകൊണ്ട് നമ്മൾ അഭിഷേകം പ്രാപിച്ചൊന്നും ക്ലെയിം ചെയ്യരുത്. വിത്ത് ദ എവിഡൻസ് ഓഫ് സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ്.
ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ പ്രാപിക്കണം. സോ അപ്പം ക്രൂശിനെ നിരാകരിക്കുവാണെങ്കിൽ ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നമ്മളെല്ലായ്പ്പോഴും അത് അത് അങ്ങനെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 2:14 വാക്യം വെച്ച് സൗരി 2 തെസ്സലോനിക്കർ 2:14 വാക്യം 2 14-15 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആദ്യ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ച് തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും. ആമേൻ. ഏതാ വായിച്ചത്? 2 തെസ്സലോനിക്കർ 2:14-15. ഓക്കെ. അതെ, സ്തോത്രം. അതെ, അവര് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ. നമുക്കറിയാം, യേശുവിനെ പിൻപറ്റുവാൻ തങ്ങൾക്കുള്ളതെല്ലാം വിട്ടുവരികയും എങ്കിലും സത്യവും പ്രാപിക്കുവാൻ മറ്റ് ചിലതുകൂടി വിട്ടുവരികേണ്ടതായിട്ട് ഉണ്ട് അല്ലേ? കർത്താവ് പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങളോട്, യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളോട് ഇനി പലതും പറയാനുണ്ട് അല്ലേ? ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയത്തില്ല. വായിക്കാൻ നല്ല കാര്യം. യോഹന്നാൻ 16:12 വാക്യം വായിച്ചു. യോഹന്നാൻ 16:12 ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിയില്ല. വഹിപ്പാൻ കഴിയത്തില്ല. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു വരികയും ചെയ്യും. അപ്പൊ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞത് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതായത് വ്യത്യാസം. ഇവിടെ ഒരു മർമ്മം കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പം അതിൻ്റെ മിസ്റ്ററി ഓഫ് ഗോഡ്, അതായത് ആത്മീയ മർമ്മങ്ങൾ കൂടുതൽ വെളിപ്പെട്ട് കിട്ടുന്ന ആർക്കാ? അഭിഷേകം പ്രാപിച്ചവർക്കാം. PhD ഡിഗ്രി എടുത്തതുകൊണ്ട് കിട്ടണമെന്നുണ്ടോ? ഇല്ല. എനിക്ക് പോട്ടെ ദൈവമക്കൾ. ഇവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ലോ. നിങ്ങൾക്കിപ്പം ഇത് വഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ നടന്നു, ഞാൻ പ്രസംഗിച്ചതെല്ലാം നിങ്ങൾ കേട്ടു, അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾ കണ്ടു. പക്ഷെ എനിക്കിനി നിങ്ങളോട് പല കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ളതായ കപ്പാസിറ്റി ഇല്ല, ആ ഉത്ബോധമില്ല. പക്ഷെ എപ്പോൾ കിട്ടും? സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതാണ് ഇപ്പൊ പറഞ്ഞവരെ, അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു മകള് അപ്പനെ സ്ഥാനപ്പെടുത്തുന്നു. കേൾക്കണം. അപ്പൊ ഇതാണ് ഈ അജ്ഞത. സ്തോത്രം. അഭിഷേകം പ്രാപിക്കാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ, ഈ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത്. ഓക്കെ. അപ്പം സ്തോത്രം. അതാണ് ദൈവമക്കളെ, PhD ഡിഗ്രി എടുത്തതുകൊണ്ടോ ആരാ ശബ്ദം ഉണ്ടാക്കുന്നത്? ആരാണ്ടോ ഇടയ്ക്ക് സംസാരിക്കും. സാറാമ്മ പറഞ്ഞു കൊടുത്തട്ടെ. സാറാമ്മ ഓക്കെ. സ്തോത്രം. അപ്പൊ ഇതിൽ നിന്നും വളരെ വ്യക്തമാവണ്ണം നമുക്ക് ക്ലിയറാണ്, മനസ്സിലാക്കണം. ഡിഗ്രിയോ പവറുണ്ടെന്ന് വെച്ചതുകൊണ്ടോ DD വെച്ചതുകൊണ്ടോ ഒന്നും കിട്ടത്തില്ല. ആത്മീയ മർമ്മങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിക്കണം. ദാറ്റ് ഈസ് എ മസ്റ്റ്. ഓക്കെ. ആരെങ്കിലും ഞാനത് മനസ്സിലാക്കി എന്നുള്ളതല്ല, അതാണ് ദൈവം പഠിപ്പിച്ചത്. ഇപ്പം അത് കർത്താവ് തന്നെയാണ് പഠിപ്പിച്ചത്. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരൂശലേമിൽ നിന്ന് പോകരുത് until you receive the Holy Spirit
ബാപ്റ്റിസം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശുശ്രൂഷ രംഗങ്ങളിൽ നാം ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ ശുശ്രൂഷ രംഗങ്ങളിൽ നാം ഇറങ്ങുമ്പോൾ അപ്പോൾ പിന്നെയും അന്വേഷിട നിങ്ങളുടെ ഭവനത്തിൽ പറയുന്നത് കേൾക്കാൻ ഇവിടെ അത് മ്യൂട്ട് ചെയ്താട്ട്. അപ്പോസ്തലർ പ്രവൃത്തി 2:42 വായിച്ച്. അപ്പോസ്തലർ പ്രവൃത്തി 2:42. 2:42 വായിക്കുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോകും. ഒന്നുകൂടി വായിച്ച സൗകര്യ വായിക്കുന്ന കേട്ടില്ലേ? കേട്ടു. ഒന്നുകൂടെ വായിക്കും. ഒരു വാക്കിന് വേണ്ടി. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. നമ്മൾ വായിച്ചു വിട്ടാന്ന് പറഞ്ഞു. ഉപദേശം കേട്ട്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണമെന്ന്. ഓക്കെ, ഹല്ലേലൂയ. ആരുടെ ഉപദേശം കേൾക്കണം? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ ലൈൻ മ്യൂട്ട് ചെയ്യാൻ പോകും. സാറാമോ? ഞാൻ ഈ ലൈൻ മ്യൂട്ട് ചെയ്യാൻ പോവേ. ഓക്കെ. അല്ല, പെട്ടെന്ന് സൗരി കേൾക്കാമല്ലോ. ഓക്കെ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഓരോ യുഗത്തിലും മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളുടെ വെളിപ്പാട് കിട്ടുന്നത്, അതായത് ഓരോ യുഗത്തിലും ജനങ്ങൾ അനുസരിക്കേണ്ട സത്യവും അവർ പാലിക്കേണ്ട നിലവാരങ്ങളും അതാത് യുഗത്തിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ യുഗം നിയമം ചെയ്ത് ഇന്ന് കണ്ടുപിടുത്തങ്ങളുടെ മേഖലയിൽ ഐഫോൺ വരെ നമ്മൾ റഷ്യയിൽ ഇരിക്കുന്നവരെ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാനും ഒക്കെ അതിൻ്റെ ടെക്നോളജിയൊക്കെ കൂടി എല്ലാമായി. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും അതായത് ദൈവവചനത്തിനനുസൃതമായിട്ട് നമ്മൾ നിൽക്കണം. അതാണ് നമ്മളെ ദൈവം പഠിപ്പിക്കുന്നത്. അപ്പം അതിനാണ് നമ്മൾ അഭിഷേകം പ്രാപിച്ചിട്ട് ഓരോ യുഗത്തിലും ജനങ്ങൾ അനുസരിക്കേണ്ട സത്യവും നിയമവും പാലിക്കണം. അതായത് അപ്പോൾ ഈ കൃപായുഗത്തിൽ നമുക്ക് തങ്ങൾക്ക് ഉള്ളതെല്ലാം വിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവരെ അവൻ വിളിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയുണ്ട് ഓരോരുത്തരും. ഇപ്പം പെണ്ണമ്പസ് അവർ ഈ ശുശ്രൂഷ ചെയ്യുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓരോന്നും. അപ്പം ആ ശുശ്രൂഷ തികയ്ക്കേണ്ട മാതൃക കാണിച്ച് അതായത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, ശിഷ്യന്മാരും കാണിച്ചു തന്നിട്ടുണ്ട്. അത് എല്ലാറ്റിൽ നിന്നും വേർപാട് പാലിച്ചുകൊണ്ട് സ്തോത്രം. അതായത് ജോലിയോടുള്ള ബന്ധത്തിലായാലും കൊള്ളാം, കുടുംബ ബന്ധത്തോടുള്ള ബന്ധത്തിലായാലും കൊള്ളാം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച് പോകുന്ന ദൈവമക്കളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം പല ജഡിക ബന്ധങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട് യാതൊരു ലൗകിക ബന്ധങ്ങളും ഇല്ലാത്തവരെ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ ദാനങ്ങളെന്ന് വിളിച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. എഫേസ്യർ 4:7 വായിച്ചേ. എഫേസ്യർ 4:7. നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. കണ്ടോ? സ്തോത്രം. ഇത് നമുക്കെല്ലാം ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കണ്ടോ ദൈവമക്കളെ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം കണ്ടോ? അത് ഓരോരുത്തരും സ്തോത്രം. അതായത് തനി സ്വന്തമായതിനെ ദൈവം തൻ്റെ ഹിതപ്രകാരം സഭയ്ക്ക് ദാനമായി നൽകുന്നു. സ്തോത്രം. അതെ, സ്തോത്രം. അപ്പം നമുക്കറിയാം ഓരോ ശുശ്രൂഷകർക്കും 5 വിധ ഉദ്യോഗങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്ന മർമ്മങ്ങളുടെ വെളിപ്പാട് അപ്പോസ്തലന്മാർക്കും
പ്രവാചകന്മാർക്കും അത് അവകാശപ്പെട്ടതായിരുന്നു ആണ് എന്ന പൂർവ്വകാലങ്ങളിൽ. അപ്പം സ്തോത്രം, ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയ മറ്റ് ശുശ്രൂഷകന്മാരും പിൽക്കാലങ്ങളിലൊക്കെ ഉണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല, ഉണ്ട്. സ്തോത്രം. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അല്ലേ, അവൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി അല്ലേ കൂടി വ്യാപരിക്കും. സ്തോത്രം. അതായത് 2 തിമോഥെയോസ് 2:2 എങ്ങനെ വായിക്കുന്നത്? 2 തിമോഥെയോസ് 2:2 നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കാം. ആമേൻ, ഹല്ലേലൂയ. അപ്പം വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കണം. വിശ്വസ്തന്മാർ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? അതാണ് സ്തോത്രം. ഈ മർമ്മങ്ങളെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലന്മാരെയും വിശ്വാസികളെയും അഭിഷേകം ചെയ്ത് അതേ പരിശുദ്ധാത്മാവ് ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് അത് കേൾക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം അല്ലേ? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. ഇത് നമ്മൾ സീരിയസ് ആയിട്ടുള്ളതായ കാര്യമാണ് പഠന വിഷയമാക്കിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ മുടിയനായ പുത്രൻ്റെ കഥ കേട്ട് അല്ലെങ്കിൽ ചില കഥകൾ കേട്ട് പോകാനല്ല ഇവിടെ ഒരാൾ വന്നേക്കുന്നത്. അല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, എനിക്കിത് വളരെ അനുഗ്രഹമായിട്ടുണ്ട്. കാര്യം അത് നിങ്ങളോടും ഞാൻ നന്ദിയുള്ളവരാണ്. കാരണം ദൈവമക്കളായിരിക്കുന്ന നിങ്ങളോടുള്ളതുകൊണ്ടാണല്ലോ എനിക്കിത് പഠിക്കാൻ പറ്റുന്നത്. ഞാനിതിൽ സമയം സ്പെൻഡ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്കും അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. സ്തോത്രം. അല്ലേ? എഫേസ് 1:18 വായിച്ചു. എഫേസ് 1:18 അവന്റെ വിളിയാരുടെ ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പത്തിൽ നിന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. 19 നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കേട്ടോ? ഹല്ലേലൂയ. അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് അറിയണം, അതിന് പ്രാർത്ഥിക്കണം. ഓ ഗ്ലോറി, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലേ? ആണ്. 1 Corinthians 2 വാക്യം വായിച്ചു. 1 Corinthians 2 വാക്യം. 1 Corinthians 2 വാക്യം വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പൊ കർത്തൃ ശുശ്രൂഷകന്മാര് നമ്മൾ ഓരോരുത്തർ ആരായാലും വിശുദ്ധന്മാരെ ഒരുക്കണം. നമ്മുടെ ഡ്യൂട്ടി അതാണ്. ഫ്രം അപ്പോസ്റ്റൽ. ഞാനിപ്പോൾ അപ്പോസ്റ്റലന്മാർ മുതലങ്ങ് പറയാൻ പോവുകയാണ്. പാസ്റ്റേഴ്സ് ഉണ്ട്, ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. ഇപ്പം ഈ നമ്മുടെ ബോസ്റ്റൺ സഭയിലുള്ള ശുശ്രൂഷയിരിക്കുന്ന രംഗങ്ങളിലിരിക്കുന്നവരുണ്ടല്ലോ. ഇപ്പം ഏത് കാര്യം ഞാനങ്ങ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം സാറാമ്മ ഇപ്പം ഈ ലൈൻ ലീഡ് ചെയ്യുന്നു. സാറാമ്മയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. കാര്യം വചനം ഇത് ക്രോഡീകരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റവസരങ്ങളിൽ എങ്ങനെ നിങ്ങൾ ശുശ്രൂഷ ഏതൊക്കെ രംഗങ്ങൾ എന്ന വചനത്തിൽ കൂടി സംസാരിക്കുമ്പോൾ തന്നെയും സ്തോത്രം എന്തോ ചെയ്യേണ്ടത്? വിശുദ്ധന്മാരെ ഒരുക്കണം. വിശുദ്ധന്മാരെ ഒരുക്കുന്ന ഡ്യൂട്ടിയാണ് നിങ്ങൾക്കുള്ളത്. വിശുദ്ധ മതികളെ ഒരുക്കുന്ന ഡ്യൂട്ടിയാണ് നിങ്ങൾക്കുള്ളത്. അത് മറക്കല്ലേ. റെസ്പോൺസിബിലിറ്റി. സ്തോത്രം. അത് നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്ന് ഞാൻ നിങ്ങളെ ഞാൻ ഒന്നും വെച്ചോണ്ട് അല്ലേ എന്തെങ്കിലും വെച്ചോണ്ടല്ലേ പറയുന്നത്. പക്ഷേ ദൈവവചനത്തിൻ്റെ ബേസിൽ പറയാണ്,
നമ്മുടെ ഡ്യൂട്ടി വിശുദ്ധന്മാരെ ഒരുക്കണം. നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ. സ്തോത്രം. ശുശ്രൂഷയിൽ അത് അവിഭാജ്യ ഘടകമാണ്, മറക്കല്ലേ. സ്തോത്രം. അത് ദൈവത്തിന് മാറ്റമില്ലാത്ത പദ്ധതിയാണ്. സ്തോത്രം. എന്താണ് സഭയെ പൂർണ്ണപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതി? ദൈവസഭയെ പൂർണ്ണപ്പെടുത്താനുള്ള പദ്ധതി എന്തോ? വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യങ്ങളുടെ പങ്ക് എന്താണ്? നമ്മളത് ഏത് രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നു? വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന സത്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് അല്ലെ നമ്മുടെ ചിന്താബോധം എങ്ങനെയായിരിക്കുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. അതായത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തികളുടെ കൂട്ടായ്മയായ സഭയെ, അതായത് സ്തോത്രം, ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? അതൊന്ന് വായിക്കാം. 1 Corinthians 12:11 വായിച്ചു. 1 Corinthians 12:13. 12 ശരീരമെന്നോ അതിനവയവങ്ങളൊന്നും വായിക്കുന്നതില് ക്രിസ്തുവും യഹൂദന്മാരോ യൗവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവ് സ്നാനമേറ്റും എല്ലാവരും ഒരേ ആജ്ഞാപാനയും ചെയ്തുമിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗം നമ്മളെങ്ങനെ ആകുന്നു? ഇപ്പം സിമ്പിളായൊരു കാര്യം ഞാൻ പറയുമ്പോൾ, പെണ്ണമ്മ സഹോദരിക്ക് മക്കളുണ്ട്. പെണ്ണമ്മ സഹോദരിയുടെ മക്കളെന്ന് പറയുമ്പോൾ പെണ്ണമ്മ സഹോദരിയുടെ ശരീരത്തിന്റെ ഭാഗമോ ആണല്ലോ? ആണ്. ഓക്കെ. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണോ? ഭാഗമായിട്ടുണ്ടോ? ഭാഗമാണോ? തിങ്ക് അബൌട്ട് ദാറ്റ്. യെസ്, നമ്മൾ ഡീപ്പായ കാര്യം സംസാരിക്കുന്നു. ആചരിക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കണം നാം. അല്ലിപ്പം അപ്പം നമ്മുടെ മക്കള് അല്ല, നമുക്ക് അപ്പന്മാരും മാതാപിതാക്കന്മാരൊക്കെ ഉണ്ട്. നമ്മൾ അപ്പനെയും അമ്മയും പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അവനെ പ്രസാദിപ്പിക്കാൻ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് നമ്മൾ ഇവിടെ കടന്നിരിക്കുന്നത്. നമ്മളിപ്പം തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടത് ഗോഡ്നെസ്, അതായത് നമ്മളിപ്പം തീത്തോസ് 2:13 വായിച്ചത്, സ്തോത്രം, 2:13 നമ്മൾ വായിച്ചായിരുന്നു. അതിൻ്റെ 11 ഭാഗത്ത് ഗോൾഡിനെസ്, സ്തോത്രം. എന്താ നമ്മൾ 1 തിമോത്തിയോസ് 6:5 വായിച്ച സോറി 1 തിമോത്തിയോസ് 6:5 വായിച്ചു. 1 തിമോത്തിയോസ് 6:5 സത്യത്യാഗികളെ ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളെ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നേ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അപ്പോഴേ ചിലർ ദൈവഭക്തി ആദായ സൂത്രമാക്കിയിട്ടുണ്ടെന്ന് ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞു തോന്നുന്നു. ഐ തിങ്ക് സോ. ഓക്കെ, എന്തോ ദൈവഭക്തി ആദായ സൂത്രം? അതായത് നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പം നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങും. കർത്താവേ, നീയാണ് എൻ്റെ സർവസ്വവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങും. പക്ഷേ ഇന്ന് ദൈവഭക്തി എങ്ങനെ ആദായ സൂത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കേരളക്കരയിൽ ബെന്തിക്കോസിൻ്റെ പാസ്റ്റേഴ്സിൻ്റെ വീടുകളൊക്കെ വലിയ വലിയ മണിമാളികളാണ്. ഇതിനാണോ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്? ദൈവഭക്തി ആദായ സൂത്രമാക്കി മാറ്റി. മക്കളെ, നിങ്ങൾക്ക് വീട് വേണ്ടെന്നൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതല്ല, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. വീട് വേണ്ടെന്നോ ഒന്നും വെക്കുന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു ലിമിറ്റ് വേണം. എല്ലാത്തിനും ഒരു മാതൃകയുണ്ട്. സ്തോത്രം. മറ്റുള്ളവരുടെ പണം പിരിച്ചിട്ട്
വീട് വെക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്, മനസ്സിലാക്കണം. അതിവിടെ ഞാൻ പറഞ്ഞാൽ ഇവിടെ ദൈവഭക്തി ആദായ സൂത്രം വേദോസിൽ പ്രചരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്, അതിൻ്റെ അകത്തൊന്നും ഞാൻ പറഞ്ഞത് സ്തോത്രം. അപ്പം ദീസ് പീപ്പിൾ ആർ വി ലുക്കിംഗ് ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ്? Are we looking for the glorious appearance of our Lord Jesus Christ? Hallelujah. സ്തോത്രം. അതെ, അങ്ങനെയുള്ളവർ സോ ദീസ് പീപ്പിൾ ദീസ് പീപ്പിൾ മീൻസ് ദൈവഭക്തി ആദായ സൂത്രമാക്കിയിരിക്കുന്നവർ, their focus and attention in totally are on this present world. എനിക്ക് എന്ത് കാർ വാങ്ങിക്കാൻ പറ്റും, എനിക്ക് എങ്ങനത്തെ വീട് വെക്കാൻ പറ്റും, ആൻഡ് ദിസ് പ്രസന്റ് വേൾഡ് എലോൺ. അതാണ് അവരുടെ പോക്ക്. സ്തോത്രം. അതിനെയാണ് പൗലോസ് നഖശികാന്തം അതിനെ എതിർക്കുന്നതും അത് പരാമർശിച്ചിട്ടുള്ളതും ഉണ്ട്. സ്തോത്രം. അതായത് ഇതിനെയാണ് എന്താ അങ്ങനെയെന്നറിയോ പറയുന്നത്, ഇതിനെക്കുറിച്ച് പറയുന്നത് ഗ്രീഡ് ഗോസ്പെൽ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഗ്രീഡ് ഗോസ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹ സുവിശേഷം. കേട്ടിട്ടുണ്ടോ? ഗ്രീഡ് ഗോസ്പെൽ. ഗ്രീഡ് ഗോസ്പെൽ. പിന്നെ വേറൊരു പേരുണ്ട്, മണി ഗോസ്പെൽ. പണസുവിശേഷം, പണസുവിശേഷം, മണി ഗോസ്പെൽ. ഇതേ ഇനി നിങ്ങൾ വിചാരിക്കണ്ട, ഈ രണ്ട് പദപ്രയോഗങ്ങൾ ഞാൻ ഇത് എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല കേട്ടോ. അമേരിക്കയിലെ പ്രഗത്ഭനായ ദൈവദാസൻ പറഞ്ഞ വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്, ഉദ്ധരിച്ചത്. എൻ്റെ വാക്കല്ലേ കേട്ടോ, നിങ്ങളാരും എന്നെ കുറ്റപ്പെടുത്തണ്ട. അമേരിക്കയിലെ പ്രബലനായ വേൾഡ് റിനൗണ്ട് ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞ പദപ്രയോഗം ഞാൻ പറഞ്ഞത്. എന്തോ ഗ്രീഡ് ഗോസ്പെൽ, മണി ഗോസ്പെൽ. മനസ്സിലായി? സ്തോത്രം. ഹല്ലേലൂയ. അതെ, സ്തോത്രം. ചിന്തിക്കണം. അതാണ് നമ്മൾ വായിച്ചത്. ദൈവഭക്തി ആദായ സൂത്രമാക്കി മാറ്റി. ദൈവഭക്തി. സ്തോത്രം. ഒരു വാക്കുകൾ വായിച്ചിട്ട് അവസാനിപ്പിക്കും. ഗലാത്യർ 1:6-7 വാക്യം വായിക്കാം. ഗലാത്യർ 1:6-7 വാക്യം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമൊന്നും അല്ല, ഇത് നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവനച്ചിക്കുന്നു എന്നത്രേ. ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രീഡ് ഗോസ്പെൽ, മണി ഗോസ്പെൽ. ഗ്രീഡ് ഗോസ്പെൽ, മണി ഗോസ്പെൽ. ഇതാണ്. ഹല്ലേലൂയ. വളരെ സ്തോത്രം. ഹല്ലേലൂയ. ഈ 7-ാം വാക്യം എന്ന് വായിച്ച 7-ാം വാക്യം ഈ തീത്തോസ് 2:7 വാക്യം. സോറി, തീത്തോസ് 2:7. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിൽ നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു. സോറി. In all things showing that is a pattern of good works in doctrine, showing uncorruptness, gravity, sincerity. In doctrine, showing uncorruptness. ഇവിടെ ഗ്രീക്കിൽ പറയുന്നതെന്ന് അറിയോ? പെർവേർട്ടഡ് ഗോസ്പൽ, വികലമായ സുവിശേഷം. വികലമായ സുവിശേഷം. അപ്പം ഇവിടെ നമ്മൾ കണ്ടു പെർവേർട്ടഡ് ഗോസ്പൽ, മണി ഗോസ്പൽ, ഗ്രീഡ് ഗോസ്പൽ. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആണല്ലോ, പെർവേർട്ടഡ് ഗോസ്പൽ, ഗ്രീഡ് ഗോസ്പൽ, മണി ഗോസ്പൽ. ഇനി ഏത് ഗോസ്പൽ വേണമെന്നുള്ളത്
ഏതിനെ നിങ്ങൾ ആലിംഗനം ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത ആഴ്ച കർത്താവ് വന്നില്ല എങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സാറാമ്മ, ബെഡമ്മ സഹോദരി, ബിജു സഹോദരി 3 പേർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.